നമ്മുടെ നാട്ടിൽ ഈ മാപ്പിള കലാ അക്കാഡമി എന്ന് പറയുന്നൊരു അക്കാഡമി പ്രവർത്തിക്കുന്നുണ്ട്. അതിലിടയ്ക്കിടയ്ക്ക് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റൊക്കെ അധികാരത്തിൽ വന്ന സ്ഥിതിക്ക് ഈ മാപ്പിള കലാ അക്കാഡമി ഈ മാപ്പിളപ്പാട്ട് പാടുന്ന കലാകാരന്മാർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കലകൾ ചെയ്യുന്നവർക്കോ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള സംവിധാനമാക്കി മാറ്റേണ്ടത് അനിവാര്യമായ കാര്യമാണ്. വളരെ ക്രൂരമായി ഇവരെ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ചൂഷണം, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ രംഗത്ത് ഒരു ലാഭവുമില്ലാതെ കഷ്ടപ്പെട്ട് ഒരു സംഗീത ഉപാസന പോലെ പാടിയ പാട്ടുകൾ അവശേഷിപ്പിച്ച് കടന്നുപോയ ഒരുപാട് മാപ്പിളപ്പാട്ടുകാരുണ്ട് പഴയ തലമുറയിൽ. ഞാനിപ്പോൾ ചാവക്കാട് റഹ്മാൻ്റെ കാര്യം 2 ദിവസം കൊണ്ട് പറയുന്നു. അതുപോലെ തന്നെയുള്ള എത്രയോ പേർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് AV മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് എനിക്ക് അയച്ചു. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടിയ മകനാം ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി എന്ന് തുടങ്ങുന്ന ഇതുപോലെയുള്ള ഒരുപാട് പാട്ടുകൾ ഈ ഭക്ത്യാദരപൂർവ്വം നമ്മൾ കേൾക്കുന്നു, പാടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ പാട്ടുകളുടെ എല്ലാം കോപ്പിറൈറ്റ് ഇവരുടെ ഗതികേടിലായി കിടക്കുന്ന മക്കൾക്കോ ഭാര്യയ്ക്കോ കുടുംബത്തിനോ ഒന്നുമല്ല കിട്ടുന്നത്. വളരെ തന്ത്രപരമായി വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഇതിനെല്ലാം അങ്ങ് പേറ്റൻറ്റ് പോലെ രജിസ്റ്റർ ചെയ്ത് ഇതിൻ്റെ ലാഭം മുഴുവൻ അവന്മാർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാടുന്നതിന് കപ്പം അവർക്ക് കൊടുക്കണം, ഇതിൻ്റെ കാസറ്റ് ഇറങ്ങുന്നതിൻ്റെ കപ്പം വാങ്ങും, CD കണ്ടാൽ ബ്ലോക്ക് ചെയ്യും, യൂട്യൂബിലിട്ടാൽ ബ്ലോക്ക് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ചാവക്കാട് റഹ്മാനുമായി ബന്ധപ്പെട്ട ഒരു പാട്ടിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ ഭാര്യ സമീത റഹ്മാനും മോളും കൂടെ പാടിയ ഒരു പാട്ട്, ഇതിനു മുമ്പ് ഒരു പാട്ട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വളരെ പോപ്പുലറായ പാട്ടാണ്. അള്ളാഹു അക്ബർ എന്ന കീർത്തനത്താൽ ആവേശം അലതല്ലി രക്തം ചീന്തിയ ബദിരീങ്ങളെ എന്നുള്ള പാട്ട്. അത് കേൾക്കുന്നവർക്ക് ആർക്കും ഇത് ചാവക്കാട് റഹ്മാൻ എഴുതി സംഗീതം ചെയ്ത പാട്ടാണെന്നൊന്നും ആർക്കും അറിയില്ല. ഇതെല്ലാം ഓരോ കമ്പനികളുടെ പേരിൽ കോപ്പിറൈറ്റ് ഇട്ടത്. ഞാനപ്പോൾ ആ കുടുംബത്തെ ബന്ധപ്പെട്ടു. ഇതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ലാഭം ഓർത്തൊന്നുമല്ല കുടുംബത്തെ ബന്ധപ്പെട്ടത്, ഇതാരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് യാതൊരു രൂപവും ഇല്ല. അവർ ബന്ധപ്പെട്ടപ്പോൾ പറയുകയാണ്, ഞങ്ങളിത് ഒരുപാട് പാടുപെട്ട് മദ്രാസിൽ പണ്ടെന്ന 65-ൽ പോയി ഞങ്ങൾ റെക്കോർഡ് ചെയ്തതാണെന്നൊക്കെ പറയുന്ന ശുദ്ധമായ കള്ളത്തരങ്ങൾ, പച്ച നുണകൾ പറഞ്ഞ് ഈ കുടുംബത്തിനൊന്നും യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കാതെ അവരുടെ കുടുംബങ്ങളിൽ പലരും ഗതികേട് കൊണ്ട് പലയിടത്തും ഈ മാപ്പിളപ്പാട്ട് പാടാൻ നടന്ന മാതാപിതാക്കളെ ശപിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളുണ്ട്. പക്ഷേ ഇതെല്ലാം വെച്ച് മുതലാക്കുന്നത് ഇതുപോലത്തെ കള്ളക്കണ്ണുകളുള്ള കഴുകന്മാരാണ്. ഇതിൽ മാപ്പിള അക്കാഡമിയോ അല്ലെങ്കിൽ ആരെങ്കിലും മുൻകൈയെടുത്ത് നല്ല അഭിഭാഷകരെ കണ്ടെത്തി അങ്ങനെ സ്വന്തമായി പാടിയ പാട്ടുകളുടെ റൈറ്റ് അവരവർ വാങ്ങിച്ച്, കാരണം ഇതിനൊന്നും ഒരു രേഖയും കാണില്ല. ഇപ്പോൾ ചാവക്കാട് റഹ്മാൻ ഇതൊന്നും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു രേഖയും കയ്യിലില്ലാതാണ് അതിൻ്റെ അവകാശവാദം ഉന്നയിച്ച് അതുമായി നിൽക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇല്ലെങ്കിൽ ഒരു പാട്ടുകൾ പോലും പ്ലേ ചെയ്യാൻ പറ്റാതാവും. അതിൻ്റെ റൈറ്റ് ആ കുടുംബത്തിനല്ലേ കിട്ടേണ്ടത്. ഇനി അഥവാ അതല്ല, അവർ റെക്കോർഡ് ചെയ്ത് അവർ ചിലവാക്കി അവർ ഇദ്ദേഹത്തിന് ചിലവ് കൊടുത്ത് എഴുതിച്ച് റെക്കോർഡ് ചെയ്താണെങ്കിൽ ആ റൈറ്റ് കിട്ടിക്കോട്ടെ. പക്ഷേ ഇതങ്ങനല്ല. ആരുമില്ലാതെ കിടക്കുന്ന പാട്ടുകളെല്ലാം തന്ത്രപ്രധാനമായി ഇങ്ങനെ ഒരു നിയമം നിലവിൽ വന്നതറിഞ്ഞ് അതെല്ലാം അതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അത് വെച്ച് 10 പൈസയുടെ ചിലവില്ലാതെ ഭീഷണിപ്പെടുത്തി തുക വാങ്ങുന്നത് പോലെ വാങ്ങുന്നൊരു ഏർപ്പാട് അവസാനിപ്പിക്കാൻ ഈ മാപ്പിള കലാ അക്കാഡമിയിലെ ആരെങ്കിലും അല്ലെങ്കിൽ ഈ മേഖലയുമായി താല്പര്യമുള്ള ഏതെങ്കിലും അഭിഭാഷകരോ ഏതെങ്കിലും സംഘടനകളോ രംഗത്ത് വരണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.